കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രഭാതത്തിൽ നമുക്കുണരുവാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിപ്പാനും അവനെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മോണി മന്നായുടെ തലക്കെട്ടിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മുങ്ങുന്ന രീതിയിൽ സ്നാനം. ദൈവത്തിന് സ്തോത്രം. അതിന് ആധാരമാക്കി ഒരു ദൈവത്തിൻ്റെ വചനം ഞാനിവിടെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശമൊക്കെയും യോർദാൻ്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് നമ്മളിന്ന് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ സഭ അഥവാ ദൈവത്തിൻ്റെ സത്യസഭ ഉൾക്കൊള്ളേണ്ടതും ദൈവം പറഞ്ഞതായിരിക്കുന്ന അന്ത്യകൽപ്പനയും അതുപോലെ ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, ദൈവസഭയെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കാണിച്ചു തന്നതായ ഒരു വലിയ മാതൃകയാണ് സ്നാനം. സ്നാനത്തെപ്പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ പല സമുദായ രീതികൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞതായ മാതൃക പ്രകാരം പലരും ചെയ്യുവാൻ മറന്നുപോകുന്നു. കാരണം അനേക സ്നാനങ്ങൾ നമുക്ക് കാണാം. ചിലർ കൊടിക്കീഴിൽ സ്നാനപ്പെടുന്നു, ചിലർ വെള്ളം തളിച്ച് അവരെ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ അതിനൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന സ്നാനമാണ് ദൈവസഭയുടെ അഥവാ ദൈവ കൽപ്പന അനുസരിക്കുന്നതായ ദൈവസഭയുടെ സ്നാനം. അത് മുഴുകൽ സ്നാനമാണ്. കർത്താവായ യേശുക്രിസ്തു അതിന് തക്കതായിരിക്കുന്ന ഒരു മാതൃക തന്നെ അവിടെ കാണിക്കുവാനിടയായി തീർന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ടു. അവിടെ യോർദാൻ നദിയിലാണ്. യോർദാൻ നദിയുടെ അനുഭവം നമുക്കറിയാം. കരകവിഞ്ഞും ചങ്കുത്താറ്റ് ഒഴുകുന്നതായിരിക്കുന്ന, ഇരച്ചിൽ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന, വളരെ ശക്തമായിരിക്കുന്ന ഒരു നദിയാണ് യോർദാൻ. ഈ യോർദാനിൽ അനേക ജനങ്ങൾ വന്ന് കർത്താവിനാലും യോഹന്നാനാലും സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ ആ യോർദാൻ നദിയിൽ അദ്ദേഹം ഇറങ്ങി സ്ഥാനാർത്ഥിയോടുകൂടെ തന്നെ നിന്നുകൊണ്ട് യോഹന്നാൻ യേശുവിനെ അവിടെ സ്നാനപ്പെടുത്തുന്നു. അത് നമുക്കറിയാം. അവിടെ അധികമായി വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ മുഴുകൽ സ്നാനമാണ് ഏൽക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് അനേക സ്നാനങ്ങൾ അവിടെ അപ്രകാരം തന്നെ നടക്കുവാനിടയായി തീർന്നു. അപ്പോൾ യേശു കാണിച്ചതായ മാതൃക പ്രകാരം ചെയ്യാത്ത സ്നാനങ്ങൾ, അത് ശരിക്കുള്ളതായിരിക്കുന്ന ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൽപ്പനയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ആ ഒരു സ്നാനം നാം പെടേണ്ടതാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അപ്രകാരം തന്നെ സ്നാനപ്പെടണം. ഇവിടെ സ്നാനപ്പെടുന്നതിന് മുൻപേ തന്നെ ഒരു വലിയ കർത്തവ്യം അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായിരിക്കുന്ന സകല പാപങ്ങളെയും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അനേകർ യോർദാൻ നദിയിൽ വന്ന് സ്നാനപ്പെടുവാനിടയായി തീർന്നു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവാകുന്ന ഒരു പൈതലായിട്ട് അഥവാ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തന്നെ അവിടെ സ്നാനപ്പെട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ട് ഉയർക്കുമ്പോൾ, അവിടെ കരകയറുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വലിയ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ നടക്കുവാനിടയായി. എപ്രകാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ സ്നാനപ്പെട്ട് കരകയറുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ആ സ്വർഗത്തിലെ ഇമ്പശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ സ്നാനപ്പെട്ട് പാപങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് പാപങ്ങളെ കുഴിച്ചിട്ടുകൊണ്ട് കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അവിടെ സ്വർഗം അവിടെ സന്തോഷിക്കുകയാണ്. ചുറ്റുപാട് നിൽക്കുന്ന ജനങ്ങളും സന്തോഷിക്കുമ്പോൾ മറിച്ച് സ്വർഗവും സന്തോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവൻ എൻ്റെ
എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ അവിടെ ഇറങ്ങി അവൻ്റെ മേൽ വരുവാനിടയായി തീർന്നു. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, യേശുവിൽ ഉള്ളതായിരിക്കുന്ന സ്നാനം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ നമ്മെ എന്തനുശാസിക്കുന്നുവോ അപ്രകാരം ചെയ്യുന്നതാണ് കറക്റ്റായിട്ടുള്ളതായിരിക്കുന്ന സ്നാനം. അത് മുഴുകൽ സ്നാനമായിരിക്കണം, അല്ലാതെ വെള്ളം തളിച്ചു കൊണ്ടുള്ളതായിരിക്കുന്ന സ്നാനമല്ല. അവിടെ ശിശു സ്നാനമല്ല. നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി സ്വയമത്തോടുകൂടെ ഒരു നല്ല തീരുമാനത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, എൻ്റെ രക്ഷകനെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ ചേരുന്നതായിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സ്നാനം. ദൈവത്തിന് സ്തോത്രം. ഈ സ്നാനപ്പെടുന്നത് എന്തിനാണ്? സ്നാനപ്പെടുന്നത് അവൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് തന്നെ അവൻ മാറുകയാണ്. അതോടുകൂടെ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാനിടയായി തീരും. അപ്രകാരം തന്നെ ക്രിസ്തുവിനോട് അവർ ചേരുവാനിടയായി തീരും. അത് മാത്രമല്ല, പിന്നെ അവരെ അറിയുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇതൊക്കെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുവാനിടയാകത്തുള്ളൂ. വെള്ളത്താലും ആത്മാവാലും ജനിക്കാത്ത ആരും സ്വർഗരാജ്യം കണി കാണുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. ആയതിനാൽ ഈ നാളുകളിൽ സ്നാനപ്പെട്ടതായിരിക്കുന്ന ഓരോ വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോണമെന്നില്ല. എന്നാൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ നമുക്ക് വേണ്ടി ഇടമൊരുക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ കർത്താവ് വചനം പറയുന്നു, എൻ്റെ കൽപ്പനകളെയും നിങ്ങൾ സ്നേഹിക്കുന്നു. ആ കൽപ്പനകളെ അനുസരിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു പ്രമോദമുണ്ട്. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ഒരു നിത്യമായ ഒരു വാസസ്ഥലമുണ്ട്. അതുകൊണ്ട് അനേക ജീവിതങ്ങൾ ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ട് ആ പാപത്തിൽ നിന്നും അവര് വെടിഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ ആ വചനധൂത് കേട്ടുകൊണ്ട് അനേക ആയിരങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് അനേക ജനങ്ങൾ, അനേക ദേശവാസികൾ, അനേക നാട്ടുകാർ, അനേകർ യോർദാൻ നദിയിൽ അതിൻ്റെ തീരത്ത് വന്ന് അവിടെ ഇറങ്ങി സ്നാനപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. സ്നാനം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. സ്നാനം എന്നുള്ളത് ഒരു ചിരടത്തിൻ്റെ അഴുക്കിനെ കഴുകിക്കളയുന്നതല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, നമ്മളെ സൃഷ്ടാവായ യേശു ക്രിസ്തുവിനെ കണ്ട സന്തോഷം, ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതായിരിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ അപ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങുവാനിടയായി തീരണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അനേക ദേശവാസികൾ, യെരൂശലേമ്യരും യഹൂദിയ ദേശക്കാരും ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാരും യോർദാൻ നദിയിൽ വന്ന് സ്നാനപ്പെട്ടു. അപ്പോൾ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കുവാനേ ഉള്ളൂ. ആ നദിയിൽ അനേക വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഇരുവരും ഇറങ്ങി അവിടെ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഒരേ ഒരു സ്നാനം, അത് മുഴുകൽ സ്നാനമാണ്. ആ സ്നാനം ഏറ്റെടുത്ത, ആ സ്നാനം പ്രാപിച്ചതായ ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഈ നാളുകളിൽ നമ്മൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ഉത്തമമായിരിക്കുന്ന ബോധ്യത്തോടുകൂടെ അവനെ സ്നേഹിച്ചും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മുൻപോട്ട് നീങ്ങുവാൻ ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും, പ്രത്യേക സ്നാനപ്പെട്ടതായ ഓരോ വ്യക്തികളെയും ദൈവം ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മോർണിംഗ് മന്ന, അതുപോലെ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഇന്നത്തെ പകൽ മൊത്തം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടുന്ന് മറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ജന്മദിനം ആഘോഷിക്കുന്ന തൻ്റെ മക്കളുടെ പേരിവിടെ വായിക്കുന്നു. ദീനമ്മ രാജു കലഞ്ഞൂർ, അമ്മാൾ ചെറിയാൻ എറണാകുളം, ഷാജിൻ കണ്ണമ്പള്ളി. ഈ 3 വ്യക്തികളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, മനോഹരമാകുന്നൊരു പുലരി കണ്ടു ഉണരുവാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ, ഏത് ജോലിയിലായിരിക്കുന്നുവോ, ഏത് മേഖലകളിലായിരിക്കുന്നുവോ, നീ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടിരിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഉത്തമമായിരിക്കുന്ന ഒരു നല്ല തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും കർത്താവെ അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നതായ ദീനാമ രാജു, അതുപോലെ തന്നെ അമ്മാൾ ചെറിയാൻ, ഷാജിൻ എന്നിവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മക്കളെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നയോളം ദൈവം തൻ്റെ മക്കളെ നടത്തി, തുടർന്നും ദൈവകൃപയാൽ അവിടുന്ന് നടത്തണമേ. അവരെ ആവശ്യങ്ങളിലും ആവശ്യഭാരങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ